നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 8 56 ശ്ലോകമാണ് നമുക്കിനി എടുക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ധ്രുവൻ വനത്തിലേക്ക് എത്തിയതും പോകുന്ന വഴിക്ക് നാരദ മഹർഷിയെ കാണുന്നതും നാരദ മഹർഷി ഉപദേശിക്കുന്നതും മധുവനത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. യമുനാ നദിയുടെ തീരത്തുള്ള മധുവനം. അവിടെ ചെന്ന് ആദ്യം നദിയിൽ സ്നാനം ചെയ്ത് ശുദ്ധമാവണം. അതിനുശേഷം ഭഗവാന്റെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ എടുത്തിട്ട് രൂപത്തെ എടുത്ത് അത് ഭക്തിയോടുകൂടി നീ ഭഗവാനെ ആരാധിക്കണം. അപ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്താണെന്നും പറഞ്ഞു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ മന്ത്രം ജപിച്ച് ധ്യാനിക്കണം. അതിനുശേഷം അങ്ങനെ മനസ്സ് ശുദ്ധമായതിനു ശേഷം ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണടച്ച് ധ്യാനിക്കാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തെ അർച്ചിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അവിടെ സമർപ്പിച്ച് പൂജിക്കുമ്പോൾ ഏതൊക്കെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ പൂജിക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ശുദ്ധമായ ജലം, അതുപോലെ തന്നെ വനത്തിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ, ഇവയെല്ലാം വെച്ച് അർച്ചിക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി 56 ശ്ലോകത്തിൽ ലബ്ധ്വാ ദ്രവ്യമയീ അർച്ചാം ക്ഷിതി അംബു ആദിഷു വ അർച്ചയേത് ആബൃധാത്മാ മുനിഹി ശാന്തഃ യദവാങ് മിതവന്യഭുക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ലബ്ധ്വ കിട്ടിയാൽ, ദ്രവ്യമയും, നിനക്ക് വനത്തിലായതുകൊണ്ട് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ദ്രവ്യം കൊണ്ടുണ്ടാക്കിയ ഭഗവാന്റെ ഒരു വിഗ്രഹം, മരം കൊണ്ടോ ലോഹം കൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയ ഭഗവാന്റെ ഒരു വിഗ്രഹം, അതാണ് ദ്രവ്യമയി. അത് ലഭിച്ചാൽ, ലഭിക്കുകയാണെങ്കിൽ അർച്ച, അതിനെ അർച്ചിക്കുക. അതിനെ വെച്ച് പുഷ്പങ്ങളും ഫലങ്ങളും വെച്ച് ജലവും വെച്ച് പൂജിക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിലോ, വനത്തിലായതുകൊണ്ട് ഉറപ്പില്ലല്ലോ. അപ്പം നാരദ മഹർഷി പറയാണ്, അത് കിട്ടിയില്ലെങ്കിൽ ക്ഷിതി ഭൂമി, അമ്പു ജലത്തിൽ, ആദിഷു മുതലായവ അർച്ചയേത്ത്, ഭഗവാനെ അർച്ചിക്കാം. അതായത് ഭൂമിയിൽ, മണ്ണിൽ, ആ വനല്ലേ, അപ്പോൾ കാട്ടിൽ ആ മണ്ണിലിരുന്നിട്ട് ഒരു ഭഗവാന്റെ ഒരു രൂപം പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിനെ നോക്കി നിനക്ക് പൂജിക്കാം, അതിലേക്ക് അർച്ചിക്കാം. അല്ലെങ്കിൽ ജലത്തിൽ, ജലം കൊണ്ട് ഭഗവാന്റെ ഒരു രൂപത്തെ ഇങ്ങനെ വെള്ളം കൊണ്ട് തൊട്ട് ഉണ്ടാക്കിയിട്ട് അതിനാണെങ്കിലും. അപ്പോൾ മനസ്സാണ് അവിടെ പ്രധാനം, മനസ്സ് ഭഗവാനിലായിരിക്കണം. അപ്പോൾ രൂപത്തിൽ ഏകാഗ്രപ്പെടാൻ, മനസ്സ് ശുദ്ധമാവണമെങ്കിൽ രൂപം കണ്ട് ആദ്യം ആരാധിക്കണമല്ലോ. അപ്പോൾ രൂപമായിട്ടൊരു വിഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ, വിഗ്രഹം ഇല്ലെങ്കിൽ മണ്ണിൽ ഭഗവാന്റെ ഒരു രൂപത്തെ വരച്ചോ, അല്ലെങ്കിൽ ജലം കൊണ്ട് ഒരു രൂപത്തെ വരച്ചോ, അതിനെയും നിനക്ക് ഭഗവാന്റെ രൂപത്തെ, അതിലും ഭഗവാനെ കണ്ടുകൊണ്ട് നിനക്ക് ആരാധിക്കാം എന്ന് ധ്രുവനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെയല്ല പ്രധാനമായിട്ട് അത് രൂപമാണെങ്കിലും ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാരണം അബൃതാത്മാ മുനിഹി, അബൃതാത്മാ മനസ്സിനെ മനസ്സിനെ ശാന്തമാക്കണം, ആ രൂപത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. എന്നിട്ട് മുനിഹി, ഒരു മുനിയെ പോലെ, അതായത് ഒരുപാടൊന്നും സംസാരിക്കാതെ മൗനിയായിരുന്നിട്ട് മനനം ചെയ്യാൻ കഴിവുള്ള ഒരു മൗനിയായിരിക്കുന്ന ഒരു മുനിയെ പോലെ വേണം ഇരിക്കാൻ. മനസ്സിൽ എല്ലാ ധാരണകളും മറ്റെല്ലാ ധാരണയും മാറ്റി ഭഗവാന്റെ നമ്മൾ പൂജിക്കുന്ന ആ രൂപത്തെ മനസ്സിൽ കാണുക, മനസ്സ് സ്വസ്ഥമാക്കുക. എന്നിട്ടൊരു മുനിയെ പോലെ ശാന്തനായിരിക്കുക. വാക്കുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ അവിടെ ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കാനൊന്നുമില്ല കാട്ടിലെ,
എന്നാലും സ്വയം ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവില്ലേ? അപ്പം അങ്ങനെയും വേണ്ട. ആവശ്യത്തിന് മാത്രം ഇങ്ങനെ സംസാരിച്ച് മിത വന്യഭുക്ക്, ആ വനത്തിൽ എന്താണോ ഭക്ഷിക്കാൻ കിട്ടുന്നത് അത് മാത്രം കഴിച്ച് കഴിയുക. അതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു വിഗ്രഹം കിട്ടുകയാണെങ്കിൽ വിഗ്രഹത്തെ, അല്ല വിഗ്രഹമില്ലെങ്കിൽ മണ്ണിലോ ജലത്തിലോ ഭഗവാന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് സങ്കല്പിച്ച് കണ്ടിട്ട് അതിനെ അർച്ചിക്കാം. അർച്ചിക്കുമ്പോൾ മനസ്സ് തീർച്ചയായും ഏകാഗ്രമായിരിക്കണം. ഒരു മുനിയെ പോലെ, മനനം ചെയ്യാൻ കഴിവുള്ള ഒരു മുനിയെ പോലെ ആയിരിക്കണം. മനസ്സ് ശാന്തമായിരിക്കണം. വാക്കുകൾ അത്യാവശ്യത്തിനു മാത്രം സംസാരിക്കുന്നവനായി, വിശക്കുമ്പോൾ ആ വനത്തിൽ എന്ത് ഫലം കിട്ടുന്നു അതിനെ മാത്രം കഴിച്ച് വിശപ്പടക്കുന്നവനായി കഴിയണം. ഇതും പറഞ്ഞു കൊടുത്തു. ശ്ലോകം 57. സ്വേച്ഛാവതാര ചരിതൈഹി അചിന്യ നിജമായയാ കരിഷ്യതി ഉത്തമ ശ്ലോകഃ തത് ധ്യായേത് ഹൃദയംഗമം. ഇത് മാത്രമല്ല, അപ്പം തുടക്കമാണല്ലോ, തുടക്കം ഭഗവാന്റെ ഒരു വിഗ്രഹമോ ഇനി വിഗ്രഹം ഇല്ലെങ്കിൽ ഒരു രൂപത്തെ വരച്ചോ ആരാധിക്കണ ആ സ്റ്റാർട്ടിംഗ് ആണ്. ആ തുടക്ക ഭാഗം എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? മനസ്സ് ഏകാഗ്രപ്പെട്ട് കഴിഞ്ഞാൽ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാനാണ് പറഞ്ഞത്. അപ്പം അതിനു മുൻപ് ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുന്നതിന് മുൻപാണ് ഈ പുറമേ ഒരു വിഗ്രഹം വെച്ചുകൊണ്ട് ആരാധിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ വിഗ്രഹാരാധന ചെയ്യുന്ന സമയത്ത് അതുമാത്രമല്ല, ഇങ്ങനെ മാത്രമല്ല, ഇതും കൂടി ആവാം എന്ന്. അതായത് അചിന്യ നിജമായ, ചിന്തിക്കാൻ കഴിയാത്ത മായാവൈഭവമുള്ള, മായാശക്തിയുള്ള ആ ഭഗവാന്റെ സ്വേച്ഛ അവതാര ചരിതേ, ആ ഭഗവാൻ സ്വന്തം ഇഷ്ടത്താൽ എടുത്ത അവതാരങ്ങളുണ്ടല്ലോ, ആ ചരിതങ്ങൾ, ആ കഥകൾ ഹൃദയാംഗമം, ഹൃദയത്തെ ഇങ്ങനെ ആകർഷിക്കുന്ന ആ കഥകളെ ഇനി അപ്പം നീ കേട്ടിട്ടുണ്ടാവും ഭഗവാൻ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള അവതാരങ്ങളും ആ അവതാരത്തിൽ ചെയ്ത കർമ്മങ്ങളും ആ ചരിതങ്ങളും. അതിനെയൊക്കെ ഹൃദയാകർഷകമായ കഥകളെ, ആ ചരിതങ്ങളെയൊക്കെ മനസ്സിലോർക്കാം. ഇനി കരിഷ്യതി എന്ന് വെച്ചാൽ പറയുന്നത് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും നീ ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കരിഷ്യതി, അതിനെയും മനസ്സിൽ, ആ കഥകളെയും മനസ്സിൽ ആലോചിച്ച് ഉത്തമ ശ്ലോകങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന ആ ഭഗവാൻ ശ്രീഹരിയെ തത് ധ്യായേത്, നിനക്ക് ധ്യാനിക്കാം. അപ്പം ധ്യാനിക്കുന്ന സമയത്ത് ചിന്തിക്കാൻ സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയാത്ത മായാശക്തിയുള്ള ആ ഭഗവാന്റെ ഹൃദയത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള അവതാരം, ഭഗവാൻ തന്നെ സ്വന്തം, അതാണ് സ്വേച്ഛ എന്ന് പറയുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാൻ എടുത്ത ശരീരങ്ങൾ, അവതാരങ്ങൾ, അതിലെ കർമ്മങ്ങൾ, ആ ചരിതത്തെ, അതുപോലെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഭഗവാൻ എടുക്കാൻ പോകുന്ന ചരിതങ്ങളെ, ആ കഥകളെ, ആ അവതാര ചരിതങ്ങളെ, ഇതിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും നിനക്ക് ധ്യാനിക്കാം. അതും ആലോചിക്കാം ആ തുടക്ക സമയത്ത്. അതാണ് ആ പറയുന്നത്. ഇനി ശ്ലോകം 58. പരിചര്യ ഭഗവതഃ യാവത്യഃ പൂർവസേവിത താ മന്ത്രഹൃദയേന ഏവ പ്രായുഞ്ച്യാത് മന്ത്രമൂർത്തയെ. പരിചര്യ, ഇനി പരിചര്യ എന്ന് വെച്ചാൽ ആരാധനാ രീതി. ഭഗവതഃ, ഭഗവാന്റെ. യാവതി എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ പൂർവസേവിത, നിന്റെ പൂർവികരായിട്ടുള്ള പിതാക്കന്മാരും പിതാമഹന്മാരും ആയിട്ടുള്ളവരൊക്കെ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ, അതാണ് പരിചര്യ, വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതും നിനക്കിവിടെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന ഈ രീതി മാത്രമല്ല, നിന്റെ കുടുംബത്തിലെ നിന്റെ പൂർവികരായിട്ടുള്ളവർ ഭഗവാനെ ആരാധിക്കുന്ന എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള രീതികൾ ഉണ്ടെങ്കിൽ അതിനെയും നിനക്ക് ഇവിടെ, ആ രീതിയിലും നിനക്ക് ഇവിടെ ആരാധിക്കാം. എന്നിട്ട് താ മന്ത്രഹൃദയേന ഏവ, ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ഹൃദയത്തിൽ ഇങ്ങനെ സ്വീകരിച്ച്, അതായത് ആ മന്ത്രം തന്നെ ഹൃദയമായി മാറുക, ഹൃദയം മൊത്തം ആ മന്ത്രമായി മാറുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക്, മന്ത്രം കൊണ്ട് നിറഞ്ഞ ഹൃദയം, അങ്ങനെയായിട്ട് പ്രായുഞ്ച്യാത്, നിനക്ക് ഭഗവാനെ ധ്യാനിക്കാം. മന്ത്രമൂർത്തയെ, മന്ത്രം തന്നെ, മന്ത്രമാകുന്ന മൂർത്തി എന്ന് വെച്ചാൽ മന്ത്രം തന്നെ സ്വരൂപമായിരിക്കുന്ന, ആ ഉച്ചരിക്കുന്ന മന്ത്രം തന്നെ ഭഗവാനാ, ഭാഗവതം തന്നെ ഭഗവാനാണെന്ന് പറയില്ലേ, അതുപോലെ ആ ഉച്ചരിക്കുന്ന മന്ത്രം തന്നെ ഭഗവാനാ. അങ്ങനെ മന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ നിന്റെ പൂർവികർ എങ്ങനെയാണോ ആ ഭഗവാനെ പൂജിച്ചിരുന്ന ആ രീതിയിലും നിനക്ക് ആ ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് ആ രീതിയിലും നിനക്ക് ആരാധിക്കാം. അപ്പം ഞാൻ പറഞ്ഞു തന്ന രീതി മാത്രമേ സ്വീകരിക്കാവൂ എന്നില്ല, നിനക്കറിയാവുന്ന നിന്റെ പൂർവികർ പാലിച്ചു വരുന്ന രീതിയിലും നിനക്ക് ആ ഭഗവാനെ ആരാധിക്കാം. ഇനി ശ്ലോകം 59, 60 അത് ഒരുമിച്ചാണ്.
ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണഃ ഭഗവാൻ ഭക്തിമത് പരിചര്യയാ പുംസ അമായിനാം സമ്യക് ഭജതാം ഭാവവർദ്ധനഃ ശ്രേയഃ ദിശതി അഭിമതം യത് ധർമാദിഷു ദേഹിനാം. എന്നിട്ട് പറയാണ് ഇനി മനോഗതം എന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ നിനക്ക് അപ്പം അത്രയ്ക്ക് നീ ഇഷ്ടം നാരദ മഹർഷി പറഞ്ഞ പോലെയും അതുപോലെ പൂർവികർ ചെയ്ത് കണ്ടിട്ടുള്ള രീതിയിലൊക്കെ ഭഗവാനെ ഇങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ ധ്യാനിച്ച് ആരാധിച്ച് അർച്ചന ചെയ്ത് ഇങ്ങനെ ആരാധിച്ചു വരുമ്പോൾ നിന്റെ മനസ്സ് മുഴുവൻ ആ ഭഗവാനോടുള്ള ഭക്തി നിറയും. അങ്ങനെ ഭക്തി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും ഒന്ന് മാല കെട്ടിയിട്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാമം ജപിച്ചാലോ വേറെ ഏതെങ്കിലും രീതിയിൽ സ്വന്തം ഉള്ളിൽ നമ്മളിപ്പോൾ കൃഷ്ണഭക്തരെ കണ്ടിട്ടില്ലേ, അവരുടെ ഉള്ളിൽ തോന്നുന്ന പോലെയൊക്കെ അവർ ഭഗവാനെ അർച്ചിക്കും ആരാധിക്കും. അവിടെ നിയമവും തത്വമൊന്നും വേദത്തിൽ ഇന്നതേ പാടുള്ളതൊന്നും നോക്കില്ല. അവർക്ക് എന്ത് കിട്ടിയോ അത് ഭഗവാന് കൊടുത്ത് അവർ ആരാധിക്കും. അതുമാണ് ഇവിടെ പറയുന്നത് മനോഗതം. നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ രീതിയിലും ഏവം അപ്രകാരവും കായേന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വചസ വാക്കുകൾ കൊണ്ടും നിനക്ക് ഭക്തിമത് പരിചര്യയാ ഭക്തി നിർഭരമായി നിന്നുകൊണ്ട് തന്നെ ആ ഭഗവാനെ പൂജിക്കാം ആരാധിക്കാം. അങ്ങനെ പരിചര്യമാണഃ ഭഗവാൻ, അങ്ങനെ പരിചരിക്കപ്പെടുന്ന ആ ഭഗവാൻ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞ രീതിയിലും പൂർവികർ പറഞ്ഞ രീതിയിലും ഇനി അത് രണ്ടും കളഞ്ഞോ, നിന്റെ മനസ്സിൽ എന്താണോ എൻ്റെ ഭഗവാന് ഇന്നതൊക്കെ കൊടുക്കണം, എനിക്ക് ഇന്നതൊക്കെ കൊടുക്കണം, ഇന്നത് വിളിക്കണം, എന്താണോ നിന്റെ മനസ്സിൽ തോന്നുന്നത് ആ രീതിയിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും. പ്രധാനം എന്താ? രീതിക്കല്ല പ്രധാനം, ആ രീതിയിൽ ഒരു പ്രാധാന്യമില്ല. പ്രാധാന്യം ഭക്തി നിർഭരമായ മനസ്സ്, അതാണ് ഭക്തിമത് പരിചര്യ. ഭക്തി നിർഭരമായ മനസ്സാണ് ഉണ്ടാവേണ്ടത്, അതാണ് പ്രധാനം. അതോട് കൂടിയിട്ട് നിനക്ക് ആ ഭഗവാനെ ആരാധിക്കാം. ആ ആരാധന അങ്ങനെയുള്ള ഭക്തി നിർഭരമായ പരിചര്യമാണ് അത്ര ആ ആരാധന ലഭിക്കുന്ന ആ ആരാധന അനുഭവിക്കുന്ന ഭഗവാൻ. ആ ആരാധന കൊടുത്തപ്പം അത് ആരാണോ ചെയ്തത് ആ മനുഷ്യൻ്റെ അമായിനാം സമ്യക് എന്ന് വെച്ചാൽ പരിപൂർണമായ അമായിനാം മായയില്ല, അതായത് പൂർണ്ണ ആത്മാർത്ഥമായി കളങ്കരഹിതമായി പൂർണ്ണമായും ആത്മാർത്ഥമായും പരിപൂർണമായും ആ വ്യക്തി ചെയ്യുന്ന ആ മനുഷ്യൻ ചെയ്യുന്ന ഭജത ആരാധനയുടെ ഫലമായിട്ട് എന്താ ഭഗവാൻ കൊടുക്കുക? ഭാവവർദ്ധന. അവൻ്റെ ഉള്ളിലെ ഭക്തിഭാവത്തെ ഭഗവാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ നിഷ്കളങ്കമായ മനസ്സോടെ ആത്മാർത്ഥമായി ഭഗവാനെ പൂജിക്കുന്നവൻ്റെ മനസ്സിൽ ഭഗവാൻ ആ ഭക്തിഭാവത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ദേഹിനാം ആ ദേഹിക്ക്, അതായത് ആ മനുഷ്യന് യത് ധർമ്മ ആദിഷു, ഏത് ധർമ്മ ആദിഷു എന്ന് വെച്ചാൽ എന്താർത്ഥം? നമ്മുടെ പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തെ 3 എണ്ണം ധർമ്മം അർത്ഥം കാമം. ഇങ്ങനെ ഈ 3-ൽ ഏതാണോ അതാണ് ഏതാണോ യത് ധർമ്മ ആദിഷു, ധർമ്മം അർത്ഥം കാമം, ഈ 3-ൽ ഏതാണോ അഭിമതം നേടാനാണോ നീ ആഗ്രഹിക്കുന്നത്, ശ്രേയഃ ആ നിനക്ക് ശ്രേയസ്കരമായതിനെ ദിശതി ഭഗവാൻ നൽകും, അത് തീർച്ചയാണ്. അപ്പോൾ മോക്ഷം പറഞ്ഞില്ല, ധർമ്മമാണോ ധാർമ്മികമായൊരു ജീവിതമാണോ ഒരുപാട് നേടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കണം, കാമമാണോ എന്താണോ നീ ആഗ്രഹിക്കുന്നത് അങ്ങനെ നീ നേടാൻ ആഗ്രഹിക്കുന്നതും നിനക്ക് ശ്രേയസ്കരമായതെല്ലാം ഭഗവാൻ നിനക്ക് തരും. ആരാധന ഭക്തി നിർഭരമായിരിക്കണം എന്നതാണ് അവിടെ പ്രാധാന്യം. ഇപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ ഒരു പ്രധാന തലം മനസ്സിലായോ? നീ ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നീ നേടാൻ ഇന്നത് ആഗ്രഹിക്കുന്നു, നിന്റെ മനസ്സിൽ നീ എനിക്ക് ഇന്നത് നേടണം എന്ന ആഗ്രഹം വെച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ അർച്ചിക്കണം എന്നല്ല പറയുന്നത്. മനസ്സിൽ ആ ആഗ്രഹം മാറ്റി വെച്ചിട്ട് മനസ്സ് മുഴുവൻ ഭഗവാനെ നിറയ്ക്കുക. നമ്മുടെ ആഗ്രഹം ഇന്നതാണ്, ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത്. പക്ഷേ ഭഗവാനോടുള്ള ഭക്തിയിൽ ഇരിക്കുന്ന സമയത്ത് ആഗ്രഹം മനസ്സിലുണ്ടാവാതെ ഭഗവാൻ മാത്രമായിട്ട് ഇരുന്നിട്ട് ഭഗവാനെ അർച്ചിക്കുമ്പോൾ നീ എന്താണോ അങ്ങനെ അർച്ചിക്കുന്ന വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അവൻ്റെ ഉള്ളിലെ ഭക്തിഭാവത്തെയും ഭഗവാൻ വർദ്ധിപ്പിക്കും. അവൻ ആഗ്രഹിക്കുന്ന ധർമ്മ അർത്ഥ കാമങ്ങളിൽ എന്താണോ അതും അവനെ ഭഗവാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാധിക്കാൻ ഇരിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകൾ ഉണ്ടാവരുത്. എന്താഗ്രഹിച്ചിട്ടാണോ ആ ആരാധന നടത്തുന്നത് ആ ആഗ്രഹം പോലും വേണ്ടാന്ന്. ഭഗവാൻ മാത്രമായി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായും നിന്റെ ആഗ്രഹം സാധിച്ചു തരും. ഇനി ശ്ലോകം 61
അതിൽ ഇനിയിപ്പോൾ ധർമാർത്ഥ കാമം പറഞ്ഞില്ലേ, ഞാൻ പുരുഷാർത്ഥങ്ങളിൽ 4-മത്തെ മോക്ഷം. ഇനി മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത് തന്നെയുള്ളൂ പോംവഴി പറഞ്ഞു കൊടുക്കാൻ. അതാണ് 61-മത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വിരക്ത ച ഇന്ദ്രിയരതൗ ഭക്തിയോഗേന ഭൂയസ തം നിരന്തരഭാവേന ഭജേത അദ്ധ വിമുക്തയേ. വിരക്ത ച ഇന്ദ്രിയരഥൗ, ഇന്ദ്രിയ സുഖങ്ങളെക്കൊണ്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ വിരക്തനായിട്ട്, അതായത് ഇന്ദ്രിയമായ നല്ല ഭൗതികമായ സുഖങ്ങളൊന്നും നേടാൻ ഒരു ആഗ്രഹവുമില്ലാത്ത ഇതിൽ നിന്നൊക്കെ വിരക്തനായി ഇരിക്കുന്ന ഒരുവൻ ഭൂയസ വളരെ വലിയ രീതിയിൽ ഭക്തിയോഗേന, വളരെ വലിയ രീതിയിലുള്ള ഭക്തിയോഗത്തിലൂടെ തം നിരന്തരഭാവേന, തം ആ ഭഗവാനെ നിരന്തരഭാവേന, നിരന്തരം ഇട്ടതട്ടവില്ലാതെ മുറിയാതെ സദാ ആ ഭഗവാനിലുള്ള ഭക്തി നിർഭരമായ ഭാവത്തോടുകൂടി ഭജേത, ഭക്തിയോടുകൂടി അങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ അതാന്ന് വെച്ചാൽ നേരിട്ട് തന്നെ അവനെ വിമുക്തയെ ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. അപ്പോൾ ധർമ്മവും അർത്ഥവും കാമവും ഭൗതിക സുഖം ആഗ്രഹിക്കുന്നവനും അത് കൊടുക്കും. ഇനി മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ എവിടെയും തടയാതെ അവന് നേരിട്ട് മോക്ഷവും കൊടുക്കും. ഭൗതികമായ സുഖസൗകര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ അതിൽ നിന്നൊക്കെ വിരക്തി വന്ന് വളരെ വലിയ ഭക്തിയോടുകൂടി ആരാണോ നിരന്തരമായി മുറിയാതെ ആ ഭഗവാനെ ആരാധിക്കുന്നത് അവന് നേരിട്ടുള്ള മുക്തിയും കൊടുക്കും. ക്രമമുക്തിയല്ല, നേരിട്ടുള്ള മുക്തിയും കൊടുക്കും. ഇനി ഈ ഭൂമിയിലെ ധാർമ്മികമായ രീതിയിൽ അർത്ഥങ്ങളും കാമങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും കൊടുക്കും. രണ്ടും സാധിക്കും. ജീവിത സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും സാധിക്കും. പോംവഴി ഒന്നേ ഉള്ളൂ, മനസ്സിൽ അനന്യ ചിന്ത, വേറൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ആഗ്രഹമുണ്ട്. മോക്ഷമാണെങ്കിൽ മോക്ഷം ആഗ്രഹമുണ്ട്, ഭൗതിക സുഖമാണെങ്കിൽ അതും ആഗ്രഹമുണ്ട്. പക്ഷേ ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് ഈ ആഗ്രഹമേ ഉണ്ടാവാതെ ഭഗവാൻ മാത്രമായിട്ട് ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ എന്താണോ ഭഗവാൻ ആഗ്രഹിച്ചത് അത് ഭഗവാൻ തിരിച്ചു കൊടുക്കുന്നത് എന്ന് മനസ്സിലായല്ലോ അല്ലേ? ശ്ലോകം 62. ഉക്തസ്ഥം ഉക്തഹാത്തം പരിക്രമ്യ പ്രണമ്യ ച നൃപാർഭകഃ യയൗ മധുവനം പുണ്യം ഹരേഹേ ചരണചർച്ചിതം. യുക്തഃ, ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട നൃപ അർഭക, ആ രാജപുത്രനായ ധ്രുവൻ, തം ആ നാരദ മഹർഷിയെ പരിക്രമ്യ, പ്രദക്ഷിണം വെച്ചിട്ട് പ്രണമ്യ നമസ്കരിച്ചിട്ട്, ഹരേ ചരണചർച്ചിതം, ഭഗവാൻ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങൾ പതിഞ്ഞിട്ടുള്ള പുണ്യം നിറഞ്ഞ മധുവനത്തിലേക്ക് യയൗ പോയി എന്ന്. അങ്ങനെ ഇത്രയും കേട്ടപ്പോൾ ആരാധിക്കേണ്ട രീതി, അപ്പോൾ രീതി ഏതായാലും മനസ്സിൻ്റെ ഭക്തിഭാവമാണ് പ്രധാനമെന്ന് പറഞ്ഞു കൊടുത്തു. ആ രീതിയിൽ ആരാധിച്ച് മനസ്സ് ശുദ്ധമായി പരിശുദ്ധമായി വരും തോറും വന്നതിന് ശേഷം മനസ്സിൽ ആ രൂപത്തെ കണ്ടുകൊണ്ട് ഏകാഗ്രമായ തപസ്, ഇതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആരാധിക്കേണ്ട സമയത്ത് ചൊല്ലേണ്ട മന്ത്രവും പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ്, അതായത് ആദ്യം കുളിച്ച് ശുദ്ധമാവുക, നമ്മൾ അഷ്ടാംഗ യോഗത്തിലെ യമനിയമ പ്രാണായാമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം മനസ്സിലാക്കിയ ധ്രുവൻ നാരദ മഹർഷിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അതിനുശേഷം ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ പുണ്യം നിറഞ്ഞ മധുവനം എന്ന ഭൂമിയിലേക്ക്, മണ്ണിലേക്ക്, സ്ഥലത്തേക്ക് പോയി, തപസ്സിനായിട്ട് പോയി. ശ്ലോകം 63. തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടഃ അന്തപുരം മുനിഃ അർഹണഗഃ രാജ്ഞാ സുഖാസീന ഉവാചതം. തസ്മിൻ തപോവനെ ഗതേ, ആ ധ്രുവൻ തസ്മിൻ തപോവനെ ഗതേ, ആ തപസ്സിനായിട്ട് ആ മധുവനത്തിലേക്ക് പോയതിന് ശേഷം നാരദ മുനി അന്തപുരം, ഉത്താനപാദ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവിഷ്ട വന്നു. ഇപ്പോൾ ധ്രുവൻ കാട്ടിലേക്ക് മധുവനത്തിലേക്ക് പോയതിന് ശേഷം നാരദ മഹർഷി തിരിച്ചു പോയില്ല, നേരെ ഉത്താനപാദ മഹാരാജാവിൻ്റെ ധ്രുവൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെ രാജാവ് അർഹണഗ, രാജാവ് നാരദ മഹർഷിയെ വേണ്ട ആദരവോടുകൂടി സ്വീകരിച്ചു ബഹുമാനിച്ച് സുഖാസീന, സുഖമായ ഒരു ആസനത്തിലിരുത്തി. അവിടെ ഇരുന്നു കൊണ്ട് നാരദ മഹർഷി ആ രാജാവിനോട് ഉവാച, ഇപ്രകാരം പറഞ്ഞു.
അപ്പം ധ്രുവൻ അങ്ങനെ മധുവനത്തിലേക്ക് പോയി. അപ്പം നാരദ മഹർഷി അവിടുന്ന് തിരിച്ചു പോയില്ല, നേരെ ധ്രുവൻ്റെ കൊട്ടാരത്തിലേക്ക്, ഉത്താനപാദ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. മഹർഷിയെ കണ്ടപ്പോൾ രാജാവ് മഹർഷിയെ വളരെ ആദരവപൂർവ്വം സ്വീകരിച്ചിരുത്തി, ഇരിപ്പിടത്തിലിരുത്തി. അപ്പം ആദരവപൂർവ്വം സ്വീകരിച്ചു, ഇരുന്നതിന് ശേഷം നാരദ മഹർഷി ഉത്താനപാദ രാജാവിനോട് പറഞ്ഞു എന്ന്. അപ്പം നാരദ മഹർഷി ധ്രുവനെ കണ്ട കാര്യവും അവിടെ സംഭവിച്ചതും ഉണ്ടായതും ഒന്നും അറിയാത്ത പോലെ ഉത്താനപാദ മഹാരാജാവിനോട് ചോദിക്കുന്നതാണ് നമ്മൾ 64-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ശ്ലോകം 64. രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ ന രിഷ്യതേ കാമഃ ധർമ്മഃ വ അർത്ഥേന സംയുതഃ. അതായത്, അല്ലയോ രാജൻ, അല്ലയോ മഹാരാജാവേ, കിം ധ്യായസേ, എന്താണ് അങ്ങ് ചിന്തിക്കുന്നത്? നാരദ മഹർഷിയെ ആസനത്തിൽ ഇരുത്തിയതിന് ശേഷം മഹാരാജാവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഉത്താനപാദ മഹാരാജാവ്. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നാരദ മഹർഷി ചോദിക്കുകയാണ്, കിം ധ്യായസേ, എന്താണ് അങ്ങ് ആലോചിക്കുന്നത്? ദീർഘം, കുറേ നേരമായിട്ട്. മുഖേന പരിശുഷ്യത, അങ്ങയുടെ മുഖവും വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. കിം വാ ന രിഷ്യതേ, എന്തെങ്കിലും അങ്ങേക്ക് നഷ്ടപ്പെട്ടുവോ? കിം, എന്താണ്? വാ ന രിഷ്യതേ എന്ന് വെച്ചാൽ നഷ്ടപ്പെടുക, എന്തെങ്കിലും അങ്ങേക്ക് നഷ്ടപ്പെട്ടുവോ? കാമഹ, അങ്ങ് ആഗ്രഹിച്ച എന്തെങ്കിലും ആഗ്രഹമാണോ നടക്കാതെ പോയത്? ധർമ്മഹ, അങ്ങേക്ക് ധർമ്മം നിലനിർത്താൻ കഴിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്യേണ്ടി വന്നോ? അതാണോ, ധർമ്മമാണോ നഷ്ടപ്പെട്ടത്? ഇനി വാ അർത്ഥേന സംയുതഃ, വാ അർത്ഥേന, അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത്, സംയുതഃ എന്ന് വെച്ചാൽ സമ്പത്തോടുകൂടി, അതായത് സമ്പത്തോടുകൂടി ആ സമ്പത്തും അതിനോട് കൂടി ചേർന്ന വേറെന്തെങ്കിലും ആണോ അങ്ങേക്ക് നഷ്ടപ്പെട്ടത്? അതാണോ മുഖമൊക്കെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിൻ്റെ കാരണം? നാരദ മഹർഷി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അപ്പോൾ, അല്ലയോ രാജാവേ, എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖം ഇങ്ങനെ വാടി? അങ്ങ് കുറേ നേരമായി നിശബ്ദനായി ആലോചിച്ചിരിക്കുന്നു. അങ്ങേക്ക് അങ്ങയുടെ ആഗ്രഹം എന്തെങ്കിലും നടക്കാതെ പോയോ? ധർമ്മം നഷ്ടപ്പെട്ടോ? അധർമ്മം ചെയ്യേണ്ടി വന്നോ? ഇനി സമ്പത്തോടുകൂടി അതിനോട് ചേർന്ന് വേറെന്തെങ്കിലും നഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും നിരാശനായി കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 65. രാജോവാച. അപ്പോൾ രാജാവ്, ഉത്താനപാദ മഹാരാജാവ് മറുപടി പറയാണ് കേട്ടോ. നല്ല വിഷമമുണ്ട് ധ്രുവൻ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ഈ പറഞ്ഞു വരുന്നത്. രാജോവാച. സുതഃ മേ ബാലകഃ ബ്രഹ്മൻ സ്ത്രൈണേന അകരുണ ആത്മന, സ്ത്രൈണേന അകരുണ ആത്മന നിർവാസിതഃ 5 വർഷഃ സഹ മാത്ര മഹാൻ കവിഃ. പറഞ്ഞത് എന്താണെന്നോ? സുധാ, മേ സുധ, എൻ്റെ പുത്രൻ, ബാലകഃ, ബാലകനായ വെറും 5 വയസ്സ് മാത്രമുള്ള എൻ്റെ പുത്രൻ ബ്രഹ്മൻ, അല്ലയോ നാരദ മഹർഷിയെ, സ്ത്രൈണേന, അതായത് ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനായ ഞാൻ, ആ കരുണ, അതായത് ആ കരുണാത്മന, ഒരു കാരുണ്യവും കാണിക്കാതെ 5 വർഷഃ, വെറും 5 വയസ്സ് മാത്രമുള്ള മഹാൻ കവി, വളരെ വലിയ വ്യക്തിത്വവും ഭക്തനും, കവി ഭക്തനുമായിട്ടുള്ള എൻ്റെ വെറും ബാലകനായിട്ടുള്ള എൻ്റെ പുത്രൻ ധ്രുവനെയും സഹമാത്ര, അവൻ്റെ അമ്മയെയും നിർവാസിതഃ, ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്നും ഇറക്കി വിട്ടു എന്ന്. അമ്മേനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അമ്മ ധ്രുവൻ്റെ കൂടെ പോയിട്ടില്ല, അമ്മ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. അതങ്ങനെ പറയാൻ കാരണം അമ്മയെ മനസ്സിൽ നിന്ന് പണ്ടേ ഇറക്കി വിട്ടു. സുനീതി എന്ന രാജ്ഞി ഭാര്യ ആ കൊട്ടാരത്തിൽ ഉണ്ട് എന്ന് പോലും ഉത്താനപാദ രാജാവ് പരിഗണിച്ചിരുന്നില്ല. അത്രയ്ക്ക് പോലും സുരുചിയോട് കൂടിയായിരുന്നു എപ്പോഴും. സുനീതി എന്നൊരു ഭാര്യ എനിക്ക് ഉണ്ട് എന്ന് പോലും പരിഗണിച്ചിരുന്നില്ല. അപ്പം കൊട്ടാരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എന്നേ പടിയിറക്കി വിട്ടു സുനീതി എന്ന ഭാര്യയെ. പിന്നെ മകനെ ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞു വിട്ടു. അതാണ് പറയുന്നത് സഹമാത്ര, അമ്മയോടുകൂടെ എന്ന്. അപ്പോൾ സ്വന്തം ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിന്നിട്ട് യാതൊരുവിധ കാരുണ്യവും ഇല്ലാതെ വെറും 5 വയസ്സ് മാത്രമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്നും പടിയിറക്കി വിട്ടല്ലോ എന്ന് നാരദ മഹർഷിയോട് പറയാണ്. അപ്പോൾ കാരുണ്യമില്ലാത്ത പ്രവൃത്തിയായി പോയി എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ശ്ലോകം 66. അഭി അനാദം വനേ ബ്രഹ്മൻ മാ സ്മ
സ്മ അദന്തി അർഭകം വൃഗ ശ്രാന്തം ശയാനം ക്ഷുദിതം പരിമ്ലാന മുഖാംബുജം. എന്നിട്ട് പറയാണ് അഭി അനാഥം, അവനിപ്പോൾ അനാഥനായിട്ട് വനേ, ആ കാട്ടിൽ. അല്ലയോ ബ്രഹ്മൻ, അല്ലയോ നാരദ മഹർഷി, എൻ്റെ മകൻ ഇപ്പോൾ അനാഥനായിട്ട് ആ കാട്ടിൽ ഇങ്ങനെ ശ്രാന്തം അലഞ്ഞു നടക്കുന്നുണ്ടാവില്ലേ? അവനെ ശയാനം തളർന്നു കിടക്കുന്നുണ്ടാവുമോ? ക്ഷുദിതം വിശന്നിട്ട്, പരിമ്ലാന അതായത് മുഖമൊക്കെ ഇങ്ങനെ മ്ലാനമായിട്ട്, മുഖാംബുജം താമരപ്പൂ പോലെയുള്ള ആ മുഖം ഇങ്ങനെ മ്ലാനമായി ക്ഷീണിച്ചലഞ്ഞ് നടന്ന് ക്ഷീണിച്ച് തളർന്ന് അവൻ കാട്ടിൽ വിശന്ന് കിടക്കുന്നുണ്ടാവുമോ? ഇനി അതല്ല, സ്മ എന്ന് വെച്ചാൽ ഉണ്ടാകുമോ? അദന്തി എന്ന് വെച്ചാൽ ഭക്ഷിക്കുക. അർഭകം എന്ന് വെച്ചാൽ എൻ്റെ ബാലനെ. വൃഗ കാട്ടിലെ ചെന്നായക്കൾ, ചെന്നായകൾ, കാട്ടിലെ ചെന്നായകൾ എൻ്റെ മകനെ ഇനി ഭക്ഷണമാക്കിയിട്ടുണ്ടാവുമോ? അതാണ് ചോദിക്കുന്നത്. അല്ലയോ മഹർഷിയെ, എൻ്റെ മകൻ അവൻ ചെറിയൊരു ബാലകനായതുകൊണ്ട് കാട്ടിലൂടെ അലിഞ്ഞു നടന്ന് ക്ഷീണിച്ച് തളർന്ന് വിശന്ന് ആ താമരപ്പൂ പോലെയുള്ള മുഖമൊക്കെ വാടി അവൻ തളർന്ന് വീണിട്ടുണ്ടാവുമോ കാട്ടിലെ? ഇനി കാട്ടിലെ ചെന്നായ്ക്കൾ അവനെ വിഴുങ്ങിക്കാണുമോ? ഭക്ഷണമാക്കിയിട്ടുണ്ടാകുമോ? എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് വിഷമിച്ചിരിക്കുന്നത്. ശ്ലോകം 87. അഹോ മേ ബദ ദൗരാത്മ്യം സ്ത്രീജിതസ്യ ഉപധാരയ യഹ അംഗം പ്രേംണ ആരുരുക്ഷന്തം ന അഭ്യനന്ദം അസത്തമഹ. അഹോ അയ്യോ, കഷ്ടം തന്നെയാണ്. മേ ബദ ദൗരാത്മ്യം, എൻ്റെ ഈ ക്രൂരത, കഷ്ടം തന്നെയാണ് ഞാൻ ചെയ്ത ഈ ക്രൂരത. സ്ത്രീജിതസ്യ പത്നിയുടെ, അതായത് പത്നിക്ക്, എൻ്റെ മറ്റൊരു ഭാര്യയ്ക്ക്, സുരുചി എന്ന ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിട്ട് ഞാൻ ചെയ്ത ഇത് വളരെ വലിയൊരു ക്രൂരതയാണ്. ഉപധാരയ, അങ്ങ് ഇതിനെക്കുറിച്ച്, ഞാൻ ചെയ്ത ആ കർമ്മത്തെക്കുറിച്ച് അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ ക്രൂരതയാണ് അത്. എന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് നാരദ മഹർഷിയോട് ഒന്നുകൂടിയും പറയാണ്. യഹ ഞാൻ, അംഗം എൻ്റെ മടിത്തട്ടിൽ, പ്രേംണ സ്നേഹത്തോടുകൂടി, ആരുരുക്ഷന്തം കയറിയിരിക്കാൻ ശ്രമിച്ച എൻ്റെ പുത്രനെ നാ അഭ്യനന്ദം പരിഗണിച്ചേയില്ല, അസത്തമഹ എത്ര വലിയ ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് ആലോചിച്ച് ഇപ്പം വിഷമിക്കുകയാണ്. അപ്പോൾ പറയാണ്, എൻ്റെ മടിത്തട്ടിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മടിത്തട്ടിൽ കയറിയിരിക്കാൻ ശ്രമിച്ച എൻ്റെ മകനെ ഞാൻ പരിഗണിച്ചില്ല. എത്രയോ വലിയ ക്രൂരത. മറ്റൊരു ഭാര്യയ്ക്ക് കീഴടങ്ങിയിട്ട് ഞാൻ ചെയ്ത വലിയൊരു എന്താ പറയുക ക്രൂരത, അതിനെക്കുറിച്ച് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ, പിന്നെ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും? ഇത്രയും രാജാവ് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറയുകയാണ്. ശ്ലോകം 68. മാ ശുചഃ സ്വതനയം ദേവഗുപ്തം വിശാംഭതേ തത് പ്രഭാവം അവിജ്ഞായ പ്രാവൃങ്ക്തേ യത് യശഃ ജഗത്. അപ്പം നാരദ മഹർഷി പറയാണ്, മാ ശുചഃ അങ്ങ് ദുഃഖിക്കരുത്. സ്വതനയം അങ്ങയുടെ പുത്രനായ ധ്രുവനെ ദേവഗുപ്തം, ഇപ്പൊ ഭഗവാനാണ്, ആ പ്രകൃതിയാണ് സംരക്ഷിക്കുന്നത്. വിശാംബതേ അല്ലയോ രാജാവേ, ഉത്താനപാത രാജാവേ, അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ പുത്രനെ രാജാവോ ഭടന്മാരോ ആരുമല്ല, ഇപ്പൊ ആ ഭഗവാൻ, ആ പ്രകൃതി, സാക്ഷാൽ പ്രകൃതി തന്നെയാണ്, ആ പ്രകൃതീശ്വരി തന്നെയാണ് ആ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന അങ്ങയുടെ പുത്രനെ സംരക്ഷിക്കുന്നത്. തത് പ്രഭാവം അവൻ്റെ മാഹാത്മ്യം അവിജ്ഞായ അറിയാത്തത് കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത്. അവൻ ആരാണെന്ന് ശരിക്കും അങ്ങേക്ക് അറിയില്ല, അവൻ്റെ മാഹാത്മ്യവും, അതുകൊണ്ടാണ് അങ്ങ് ദുഃഖിക്കുന്നത്. അതുകൊണ്ട് ദുഃഖിക്കരുത്. എന്നിട്ട് പറയാണ്, പ്രാവൃങ്ക്തേ വ്യാപിക്കും യത് യശഃ അവൻ്റെ കീർത്തി ഇനി ജഗത്ത്, ഈ ലോകം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നത് അങ്ങ് കണ്ടോളൂ എന്ന്. നാരദ മഹർഷി എന്താ പറഞ്ഞേ? അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ മകൻ ധ്രുവനെ ഇപ്പോൾ ആ പ്രകൃതിയാണ് സംരക്ഷിക്കുന്നത്. അവൻ്റെ പ്രഭാവം എന്താണെന്നറിയാത്തത് കൊണ്ടാണ് അങ്ങ് ഇപ്പോഴും ദുഃഖിക്കുന്നത്. നോക്കിക്കോളൂ അങ്ങ്, അവൻ്റെ മാഹാത്മ്യം എന്തെന്ന്, അവൻ്റെ യശസ് ഇനി ഈ ലോകം മുഴുവനും, ത്രിലോകങ്ങളും വ്യാപിക്കാൻ പോകുന്നു. ശ്ലോകം 69. സുദുഷ്കരം കർമ്മ കൃത്വ ലോകപാലൈഃ അഭിപ്രഭുഃ ഏഷ്യതി അജിരതഃ രാജൻ യശഃ വിപുലയൻ തവ. അതായത് ലോകപാലൈഹി അഭി, ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാരുണ്ടല്ലോ, ദിക്കുകളുടെ ഓരോരോ ഭൂതഗണങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ ഓരോന്നിൻ്റെ നിയന്ത്രിത ദേവന്മാർ പോലും, അവർക്ക് പോലും സുദുഷ്കരം
അനുഷ്ഠിക്കാൻ കഴിയാത്ത അത്രയും വലിയ കർമ്മകൃത്ത്, വലിയ കർമ്മമാണ് അങ്ങയുടെ പുത്രൻ പ്രഭു, അങ്ങയുടെ ആ ബുദ്ധിമാനായ മകൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഏഷ്യതി, അവൻ തിരിച്ചു വരും. അജിരതഃ, അധികം താമസിയാതെ അല്ലയോ രാജൻ. യശസ്സിനെ തവ, അങ്ങയുടെ യശസ്സിനെ അവൻ വിപുലയൻ, വ്യാപിപ്പിക്കുകയും ചെയ്യും. ധ്രുവന്റെ അച്ഛൻ എന്ന പേരിൽ അങ്ങ് ഉത്താനപാദ മഹാരാജാവ് പ്രശസ്തനായി തീരുകയും ചെയ്തു. ലോകപാലകന്മാരായ ദേവലോകവാസികളായ ദേവന്മാർക്ക് പോലും അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയ്ക്കും ദുഷ്കരമായ കർമ്മമാണ് അങ്ങയുടെ മകൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികമൊന്നും കുറേ കാലമൊന്നും എടുക്കേണ്ടി വരില്ല. അവ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, നോക്കിക്കോളൂ. അങ്ങയുടെ കീർത്തിയെ പോലും അവൻ ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും, അതങ്ങ് കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. ശ്ലോകം 70. മൈത്രേയ ഉവാച. ഇനി അപ്പോൾ നാരദ മഹർഷിയും ഉത്താനപാദ മഹാരാജാവും തമ്മിലുള്ള സംഭാഷണം, അതിനെക്കുറിച്ച് ഇനി മൈത്രേയ മഹർഷി പറയുകയാണ്. ഇതി ദേവർഷിണ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മി അനാദൃത്യ പുത്രം ഏവ അന്വചിന്തയത്. ഇതി, ഇപ്രകാരം ദേവർഷിണ നാരദ മഹർഷിയുടെ പ്രോക്തം ഉപദേശത്തെ വിശ്രുത്യ കേട്ട ശേഷം ജഗദീപതി ഉത്താനപാദ രാജാവ് രാജലക്ഷ്മി അനാദൃത്യ, ആ രാജാവായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ലക്ഷ്മി സൗഭാഗ്യങ്ങളിലൊന്നും അനാദൃത്യ, ഒരു താല്പര്യവുമില്ലാതെ പുത്രം ഏവം മകനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് തുടർന്ന കാലം ജീവിച്ചു എന്ന്. നാരദ മഹർഷി ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പോയതിന് ശേഷവും ഉത്താനപാദ മഹാരാജാവിന് രാജ്യഭരണത്തിലോ മറ്റൊരു കാര്യത്തിലും ആ സൗഭാഗ്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാതെ സദാ ധ്രുവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. ഇനി ശ്ലോകം 71. തത്ര അഭിഷിക്തഃ പ്രയതഃ താം ഉപോഷ്യ വിഭാവരീം സമാഹിതഃ പര്യചരത് ഋഷി ആദേശേന പൂരുഷം. തത്ര, അപ്പോൾ അത് രാജകൊട്ടാരത്തിലെ കാര്യം അങ്ങനെ കഴിഞ്ഞു, രാജാവ് അങ്ങനെ കഴിഞ്ഞു, നാരദ മഹർഷി തിരിച്ചുപോയി. എന്നാൽ വനത്തിലോ, മധുവനത്തിൽ എത്തിയ ധ്രുവന്റെ കാര്യമാണ് ഇനി പറയുന്നത്. തത്ര, അവിടെ, ആ മധുവനത്തിൽ അഭിഷിക്തഃ, വന്നെത്തിയ ധ്രുവൻ ആദ്യം അഭിഷിക്തഃ, യമുനാ നദിയിൽ സ്നാനം ചെയ്തു. പ്രയതഃ, എന്നിട്ട് ശരീരം ശുദ്ധമാക്കി. അതിനുശേഷം താം ഉപോഷ്യ എന്ന് വെച്ചാൽ ഉപവസിച്ചു എന്ന്. വിഭാവരിയും, ആ രാത്രി, ആ മധുവനത്തിൽ എത്തിയ രാത്രി ആദ്യം തന്നെ യമുനാ നദിയിൽ അങ്ങോട്ട് കുളിച്ച് ശുദ്ധമായി വന്നു. എന്നിട്ട് ആ വന്ന ദിവസം രാത്രി ഉപവസിച്ചു, ഒന്നും കഴിച്ചില്ല, ഉപവസിച്ചു. സമാഹിത, അതിനുശേഷം ഏകാഗ്രമായ മനസ്സോടെ പര്യചരത്, ആരാധിച്ചു. ഋഷി ആദേശേന, നാരദ മഹർഷി പറഞ്ഞുകൊടുത്ത അതേ രീതിയിൽ പൂരുഷം, ആ ഭഗവാൻ ശ്രീഹരിയെ നാരദ മഹർഷി പറഞ്ഞുകൊടുത്ത അതേ രീതിയിൽ ഏകാഗ്രമായ മനസ്സോടെ അങ്ങനെ ധ്രുവൻ ധ്യാനിച്ചു. അപ്പോൾ മധുവനത്തിൽ എത്തിയ വഴിക്ക് സ്നാനം ചെയ്തു മനസ്സു ശുദ്ധമാക്കി. അതിനുശേഷം അന്നത്തെ ദിവസം ഉപവാസം എടുത്തു. എന്നിട്ട് നാരദ മഹർഷി ഉപദേശിച്ച അതേ രീതിയിൽ തന്നെ ധ്രുവൻ ആ ഭഗവാൻ ശ്രീഹരിയെ ധ്യാനിച്ചു. ഇനി ഒരു 4 ശ്ലോകങ്ങളിലായിട്ട് ധ്രുവൻ ആരാധിച്ചത് എങ്ങനെയാണെന്നാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് സാധാരണക്കാരായ ആളുകൾ അത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ബാലനാണ് ഈ രീതിയിലുള്ള ഒരു തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ഓർക്കണം കേട്ടോ. അതൊന്ന് കേട്ടു നോക്കൂ. ശ്ലോകം 72. ത്രിരാത്ര അന്തേ കഭിത്ത ബദരാശനഃ ആത്മവൃത്യ അനുസാരേണ മാസം നിന്നെ അർച്ചയൻ ഹരി. എന്താ പറയുന്നോ? ത്രിരാത്ര അന്തേ, 3 രാത്രിയുടെ അവസാനത്തിൽ, വീണ്ടും ത്രിരാത്ര അന്തേ, 3 രാത്രിയുടെ അവസാനത്തിൽ, അതായത് ഒരു പകല് കഴിഞ്ഞു, ആ രാത്രി അത് അവസാനിച്ചു. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ പകല് കഴിഞ്ഞു, രാത്രി, ആ രാത്രിയും അവസാനിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ പകലും കഴിഞ്ഞ് രാത്രി എത്തി, രാത്രിയും അവസാനിച്ചു. അതാണ് 3 രാത്രി, അതാണ് ത്രിരാത്ര അന്തേ. 3 രാത്രി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആണ് കബിത്ത ബദര അശനഹ, അതായത് ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും ഞാറപ്പഴവും മാത്രം ഭക്ഷിച്ച്. അപ്പോൾ
എല്ലാ ദിവസവും ഭക്ഷിക്കണില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം, 3 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം കാട്ടിൽ നിന്ന് കിട്ടുന്ന ഞാറപ്പഴവും മറ്റു ഫലങ്ങളും ഭക്ഷിച്ച് ആത്മവൃത്തി അനുസാരേണ താനിരിക്കുന്ന ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഭക്ഷണം വേണ്ടേ, അതിനു വേണ്ടി മാത്രം മാസം, അതായത് 1 മാസം അങ്ങനെ നിന്നെ കഴിച്ചുകൂട്ടി അർച്ചയൻ ഹരീൻ, ഭഗവാൻ ശ്രീഹരിയെ അർച്ചിച്ചുകൊണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ധ്രുവൻ വന്നിട്ട് ആദ്യത്തെ 1 മാസം എങ്ങനെയാണ് ആ മധുവനത്തിൽ ജീവിച്ചതെന്ന്, ആദ്യത്തെ 1 മാസം 3 ദിവസം കൂടുമ്പോൾ മാത്രം ഒരു നേരം ആ ഒരു ശരീരത്തെ നിലനിർത്താൻ എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഞാറപ്പഴവും മറ്റു പഴവർഗ്ഗങ്ങളും കഴിച്ചിട്ട്, അതും ഒരു നേരം, 3 ദിവസം കഴിയുമ്പോൾ ഒരു നേരം മാത്രം അത് കഴിച്ചിട്ട് അങ്ങനെ ഭഗവാനെ, ബാക്കിയുള്ള സദാസമയവും ഭഗവാനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് ആ ധ്രുവൻ ആദ്യത്തെ 1 മാസം കഴിച്ചുകൂട്ടി. ഇനി ശ്ലോകം 73 രണ്ടാമത്തെ മാസമായപ്പോൾ അതെന്തായിന്ന്. ദ്വിതീയം ച തഥാ മാസം ഷഷ്ടേ അർഭക ആദിനെ തൃണപർണാദിഭിഃ ശീർണൈഃ കൃത അന്നഃ അഭ്യർച്ചയത് വിഭും. അതായത് ദ്വിതീയം തഥാ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ദ്വിതീയം മാസം, രണ്ടാമത്തെ, അപ്പോൾ 1 മാസം മുഴുവൻ 3 ദിവസം കൂടുമ്പോൾ ഒരു നേരം കഴിച്ചു. ഇനി രണ്ടാമത്തെ മാസമായപ്പോൾ ഷഷ്ടേ 6 ദിവസം കൂടുമ്പോൾ മാത്രം അർഭക ആദിനെ ദിനം 6 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം, അതിൽ 6 ദിവസം കഴിഞ്ഞിട്ട് ഒരു നേരം മാത്രം ആ ബാലകൻ, അർഭകൻ വെച്ചാൽ ബാലകൻ, തൃണപർണാദിഭിഃ ശീർണൈ എന്ന് വെച്ചാൽ ഉണങ്ങിയ തൃണപർണ ആദിഭിഃ പുല്ലുകളും ഇലകളും ഭക്ഷിച്ചു, കൃത അന്നഹ ഭക്ഷണമായി കഴിച്ചിട്ട്, വിഭും അഭ്യർച്ചയേത് ഭഗവാനെ ആരാധിച്ചു എന്ന്. രണ്ടാമത്തെ മാസമായപ്പോൾ 6 ദിവസം വരെ പട്ടിണി, ഒന്നുമില്ല, ജലപാനം ഇല്ലാതെ ഇരുന്നിട്ട് 6 ദിവസം കഴിയുമ്പോൾ ഒരു നേരം മാത്രം ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഉണങ്ങിയ പുല്ലുകളും ഇലകളൊക്കെ ഉണ്ടല്ലോ അത് മാത്രം എടുത്ത് ഭക്ഷിക്കും. ഉണങ്ങി കിടക്കുന്ന കാടല്ലേ, വേറൊന്നും ഇല്ലല്ലോ, ഉണങ്ങിയ പുല്ലുകളും ഇലകളും മാത്രം ഭക്ഷിച്ചിട്ട് വിശപ്പടക്കി ആ ഭക്ഷണമാക്കി കണ്ടിട്ട് ഭഗവാനെ സദാ ആരാധിച്ചു കൊണ്ടിരുന്നു. അപ്പം നോക്കൂ, ആ തപസ്സിൻ്റെ ഒരു കാഠിന്യം ഒന്ന് ആലോചിച്ച് നോക്കൂലേ. 5 വയസ്സുള്ളൊരു കുട്ടിയെ നമിക്കണം അല്ലേ. ശ്ലോകം 74. ഇനി 3-ാം മാസമായപ്പോൾ തൃതീയം ച ആനയൻ മാസം നവമേ അഹനി അഭക്ഷ ഉത്തമ ശ്ലോകം ഉപാദാവത് സമാധിനഃ. ഇനി തൃതീയം ച മാസം, 3-ാമത്തെ മാസമായപ്പോൾ ആനയൻ 3-ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ നവമേ 9 ദിവസം കൂടുമ്പോൾ അഹനി 9 ദിവസം കഴിഞ്ഞിട്ട് ഒരു നേരം മാത്രം അഭക്ഷ ജലപാനം മാത്രം ചെയ്തുകൊണ്ട് ഉത്തമ ശ്ലോക കീർത്തിയുള്ള ഭഗവാനെ ഉപാദാവത് ആരാധിച്ചു, സമാധി അവസ്ഥയിലേക്ക് എത്തിയെന്ന്. 3 മാസം കൊണ്ട് അത്രയ്ക്ക് കഠിനം. അപ്പോൾ 3-ാം മാസമായപ്പോൾ ഭക്ഷണം പൂർണ്ണമായി നിന്നു. എന്നിട്ട് 9 ദിവസം കൂടുമ്പോൾ ഒരു നേരം കുറച്ച് വെള്ളം കുടിക്കും, ജലപാനം മാത്രം. അതോ 9 ദിവസം അതില്ല. 9 ദിവസം കഴിയുമ്പോൾ ഒരു നേരം വെള്ളം ധാരാളം കുടിച്ച് ജലപാനം മാത്രം ചെയ്ത് ആ ഭഗവാൻ ശ്രീഹരിയെ ധ്യാനിച്ച് സമാധിയിലേക്ക് എത്താൻ തുടങ്ങി ധ്രുവൻ. ശ്ലോകം 75. ഇനി 4-ാം മാസമായപ്പോൾ ചതുർത്ഥം അഭി വൈ മാസം ദ്വാദശേ ഹനി വായുഭക്ഷ ജിതശ്വാസ ധ്യായൻ ദേവം അധാരയത്. ചതുർത്ഥ അഭി വൈ മാസം, 4-ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോൾ ദ്വാദശേ 12 ദിവസം കൂടുമ്പോൾ അഹനി എന്നുവെച്ചാൽ 12 ദിവസം കൂടുമ്പോൾ മാത്രം ഒരു നേരം, അതും എന്താ ഭക്ഷിക്കുന്നേ, വായുഭക്ഷഹാന്ന് എന്ന് വെച്ചാൽ എന്താർത്ഥം, പ്രാണനെ ശ്വസിച്ചോളൂ എന്ന്. അപ്പോൾ ആ 12 ദിവസവും പ്രാണവായു പോലും ഇല്ലാതെ ഇരുന്നു എന്ന്. 12 ദിവസം പ്രാണവായു പോലും ഇല്ലാതെ 12 ദിവസം കഴിയുമ്പോൾ ഒരു നേരം പ്രാണനെ ശ്വസിച്ചു, വായു ഭക്ഷിച്ചു. അതാണ് വായു ഭക്ഷിച്ചു എന്ന് പറയുന്നത്. പ്രാണനെ ശ്വസിച്ചിട്ട് ശ്വാസത്തെ അടക്കാൻ കഴിവുള്ളവനായി ദേവം അധാരയ ധ്യായൻ ആ ഭഗവാൻ ശ്രീഹരിയെ ധ്യാനിച്ചു എന്ന്.
4-ാം മാസമായപ്പോഴേക്കും 1000-10,000 വർഷത്തെ തപസ്സൊന്നും വേണ്ടാന്ന്, അത്രയ്ക്ക് കഠിനമായിരുന്നു ധ്രുവൻ്റെ തപസ്. ആദ്യത്തെ ഒരു മാസം 3 ദിവസം കൂടുമ്പോൾ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ധ്യാനിച്ചു. അതുവരെ 3 ദിവസം ഒന്നുമില്ല, ജലപാനം പോലും ഇല്ല. 2-ാം മാസമായപ്പോൾ 6 ദിവസം ഒന്നുമില്ലാതിരുന്ന് 6 ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ ഇലകളും പുല്ലുകളും കഴിച്ചു. 3-ാം മാസമായപ്പോൾ ഭക്ഷണം പൂർണ്ണമായി നിന്നു. അതും 9 ദിവസം കൂടുമ്പോൾ ജലപാനം മാത്രമായിട്ട് ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചു. 4-ാം മാസമായപ്പോൾ ജലവും ഭക്ഷണവും നിന്നു. പ്രാണവായുവിനെ അതും 12 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ശ്വാസം വലിക്കും, പ്രാണവായുവിനെ സ്വീകരിക്കും. അങ്ങനെ ശ്വാസത്തെ വരെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു ആ ധ്രുവൻ. ഇനി ശ്ലോകം 76. പഞ്ചമേ മാസം അനുപ്രാപ്തേ ജിതശ്വാസഃ നൃപാത്മജഃ ധ്യായൻ ബ്രഹ്മപദാ ഏകേന തസ്ഥൗ സ്ഥാണു ഇവ അചലഃ. പഞ്ചമേ മാസി 5-ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ അനുപ്രാപ്ത കടന്നപ്പോൾ ജിതശ്വാസഃ ശ്വാസത്തെ ജയിച്ചവനായി നൃപാത്മജ ആ ധ്രുവൻ, രാജപുത്രനായ ധ്രുവൻ 5 മാസം തപസ് ചെയ്തപ്പോഴേക്കും ശ്വാസം വരെ ഇല്ലാതെ, ശ്വാസത്തെ ജയിക്കാൻ പറഞ്ഞാൽ ശ്വാസത്തെ അടക്കി, അന്നാ പോലും നിൽക്കാൻ പറ്റുന്നു, ശ്വാസം പോലും ഇല്ലാതെ, ജലപാനമോ ഭക്ഷണമോ ശ്വാസം പോലും ഇല്ലാതെ നിൽക്കാൻ സാധിച്ചു. ധ്യാനിച്ചു ബ്രഹ്മം ആ ഭഗവാനെ. എങ്ങനെയാ ധ്യാനിച്ച്? പദാ ഏകേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്, സ്ഥാണു ഇവ ഒരു തൂണുപോലെ, അചലഹ നിശ്ചലനായിട്ട്, തസ്ഥൗ നിലയുറപ്പിച്ച ധ്യാനിച്ചെന്ന്. 5-ാമത്തെ മാസമായപ്പോഴേക്കും പ്രാണനെ, ജലവും ഭക്ഷണവും ഒക്കെ നിന്നു, പ്രാണനെയും ജയിച്ചു, പ്രാണവായുവും പോലും ഇല്ലാതെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരു തൂണുപോലെ ചലനമില്ലാതെ നിന്നുകൊണ്ട് ആ ഭഗവാനെ ധ്യാനിച്ചു. ശ്ലോകം 77. സർവതഃ മന ആകൃഷ്യ ഹൃദി ഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതഃ രൂപം ന അദ്രാക്ഷീത് കിംചന അപരം. സർവതഃ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ആകൃഷ്യ പിൻവലിച്ചിട്ട് ഹൃദി ആ മനസ്സിൽ ഭൂതേന്ദ്രിയ ആശയം സർവഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും സകല ഇന്ദ്രിയങ്ങളുടെയും ഒരേ ഒരു ആശ്രയസ്ഥാനമായ ആ ഭഗവാനെ, അതായത് ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുക. മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള ചിന്തയും കളഞ്ഞ് മനസ്സിൽ എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായ ഭഗവാനെ കണ്ട് ധ്യായൻ ഭഗവതഃ രൂപം ആ ഭഗവാന്റെ രൂപത്തെ കണ്ട് ധ്യാനിച്ചപ്പോൾ കിംചന അപരം, ധ്രുവന്റെ മനസ്സിൽ കിംചന അപരം മറ്റൊന്നിനെ കുറിച്ചുമുള്ള ചിന്തകൾ നാദ്രാക്ഷീത് വന്നില്ല എന്ന്. മറ്റൊന്ന് നാദ്രാക്ഷീത് എന്ന് വെച്ചാൽ അവൻ ദർശിച്ചില്ല എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അവന് പിന്നെ ഒരു ചിന്തയും ഇല്ലാത്ത, എന്ന് വെച്ചാൽ എന്താ, മനസ്സില്ലാണ്ടായി എന്ന്. മനസ്സ് സറണ്ടറായി കീഴടങ്ങി, മനസ്സില്ലാത്തൊരവസ്ഥയെ ധ്രുവൻ പ്രാപിച്ചു, മറ്റൊരു ചിന്തയും ഇല്ലാതായെന്ന്. അപ്പോൾ മറ്റെല്ലാ ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ നിന്ന് പോയി ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് അങ്ങനെ ധ്യാനിച്ചപ്പോൾ ധ്രുവൻ്റെ മനസ്സിൽ നിന്നും മറ്റെല്ലാ വിഷയചിന്തകളും ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു ചിന്തയും ഇല്ലാതെ, അതായത് ചിന്തകളില്ലാത്ത മനസ്സ് എന്ന് വെച്ചാൽ മനസ്സ് തന്നെ ഇല്ലാത്ത അവസ്ഥയെ ധ്രുവൻ പ്രാപിച്ചു. ശ്ലോകം 78. ആധാരം മഹതാദീനം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മ ധാരയമാണസ്യ ത്രയോഹോ ലോകഃ ചഗംഭിരേ. എന്താ പണ്ടായ പ്രശ്നം? ആധാരം മഹതാദീനം, മഹത്തത്വം മുതലായ മറ്റെല്ലാത്തിനും, മായയിൽ നിന്നുണ്ടായതല്ലേ മഹത്തത്വം തൊട്ട് മറ്റെല്ലാത്തിനും ആധാരമായിട്ടുള്ള പ്രധാന പുരുഷേശ്വരം, പ്രധാന പുരുഷനായിട്ടുള്ള ബ്രഹ്മ ആ ഭഗവാൻ ശ്രീഹരിയെ ധാരയാമാണസ്യ ധ്യാനിച്ച് അങ്ങനെ ധ്രുവൻ ഒറ്റക്കാലിൽ അവിടെ നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? ത്രിലോകങ്ങളും ചകംബിരെ വിറയ്ക്കാൻ തുടങ്ങി എന്ന്. ധ്രുവൻ പ്രാണവായുവിനെ വരെ നിയന്ത്രിച്ചു, ഭക്ഷണവും ജലവും ഉപേക്ഷിച്ചു. അങ്ങനെ മഹത്തത്വം മുതലായ സർവ്വത്തിനും എല്ലാത്തിനും ആധാരമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയെ മനസ്സിൽ കണ്ടുകൊണ്ട് സർവ്വതും ഉപേക്ഷിച്ച് ഒറ്റക്കാലിൽ ധ്രുവൻ തപസ് ചെയ്തപ്പോൾ ത്രിലോകങ്ങളും വിറയ്ക്കാൻ തുടങ്ങിയെന്ന്. കാരണം ആ ഒരു 5 മാസം കൊണ്ട് ധ്രുവൻ ഇതിനെല്ലാത്തിനും ആധാരം, മഹത്തത്വം മുതൽ എല്ലാത്തിനും ആധാരമായ ആ ഭഗവാനെ അങ്ങ് കീഴടക്കി കഴിഞ്ഞു എന്ന്.
ആ പ്രകൃതിയെ അങ്ങ് കീഴടക്കി ധ്രുവൻ. അപ്പോൾ ലോകം മുഴുവനും ധ്രുവന്റെ ആ തപസ്സിൽ വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ധ്രുവൻ പ്രാണവായുവിനെ നിയന്ത്രിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ബാക്കി ആർക്കും ശ്വാസം കിട്ടാണ്ട് വന്നു തുടങ്ങി. മറ്റുള്ളവർക്കൊന്നും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. ധ്രുവൻ പ്രാണനെ അടക്കി. അതായത് ആ പ്രാണൻ വായുവിൽ ഇരിക്കുന്ന, പ്രാണവായു ആയിരിക്കുന്നതും ജലമായി മറ്റെല്ലാം ആയിരിക്കുന്ന ഈശ്വരൻ ഞാൻ തന്നെ എന്ന അദ്വൈതത്തിലെത്തി. അപ്പൊ ധ്രുവൻ പ്രാണവായുവിനെ അടക്കിയപ്പോൾ വേറെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി. ലോകം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. ശ്ലോകം 79. യഥാ ഏകപാദേന സാ പാർത്ഥിവ അർഭക തസ്തൗ തത് അങ്കുഷ്ട നിഭീഡിത മഹി നനാമ തത്ര അർദ്ധം ഇബ ഇന്ദ്രദിഷ്ടിത അർദ്ധം ഇബ ഇന്ദ്രദിഷ്ടിത തരീ ഇവ സവ്യ ഇതരത പദേ പദേ നനാമ തത്ര അർദ്ധം ഇവ ഇന്ദ്രദിഷ്ടിത തരീ ഇവ സവ്യ ഇതരത പദേ പദേ. ഒരു ഉദാഹരണ സഹിത ധ്രുവന്റെ ശക്തി തേജസ് വർദ്ധിച്ചേ. അപ്പാണ് പറയണേ യഥാ ഏക എപ്പോഴാണോ ഏകപദേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സഹ ആ പാർത്ഥിവ ആ രാജപുത്രൻ അർഭകൻ ആ ബാലകൻ തസ്തൗ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ധ്യാനിക്കാൻ തുടങ്ങിയത് അപ്പോൾ തത് അങ്കുഷ്ട നിപീഡിത മഹി അവൻ്റെ പാദം വെച്ചിരിക്കുന്ന അവൻ്റെ പാദം വന്ന് ഭൂമിയിൽ തട്ടുമ്പോൾ, അതാണ് അവൻ്റെ പാദത്തിൻ്റെ തള്ളവിരൽ ഭൂമിയിൽ ചവിട്ടിയപ്പോൾ ആ ഭൂമിക്ക് എന്താ സംഭവിച്ചത്? നനാമ താഴേക്ക് താഴ്ന്നുപോയി എന്ന് ആ ഭാഗം, അവൻ പാദം വെച്ച ഭാഗം, ഭൂമിയുടെ ഭാഗം താഴേക്ക് താഴ്ന്നുപോയി. തത്ര അപ്പോൾ തന്നെ നിന്ന് അർദ്ധം എന്ന് വെച്ചാൽ പകുതി, ഇബ ഇന്ദ്രദിഷ്ടിത തരി ഇവ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇബ ഇന്ദ്രൻ ഗജരാജൻ, ഇബ ഇന്ദ്രൻ എന്ന് വെച്ചാൽ ഗജരാജൻ ഒരു ആന, തരി ഇവ എന്ന് വെച്ചാൽ ഒരു തോണിയിലേക്ക് ഒരു വഞ്ചിയിലേക്ക് ദിഷ്ടിത കാലെടുത്ത് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു ആന ഒരു വഞ്ചിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കാല് വെക്കുമ്പോൾ ആ വഞ്ചി ആ സൈഡ് ഇങ്ങനെ താഴും അല്ലേ, മറ്റേ കാല് വെക്കുമ്പോൾ ഈ സൈഡ് താഴും. ഓരോ അടി ആന വെക്കും തോറും വഞ്ചിയുടെ ആ സൈഡ് ഇങ്ങനെ താഴും. വഞ്ചിക്ക് താങ്ങി നിർത്താൻ പറ്റുന്നില്ല ആനയുടെ കനം, ആ ഭാരം. ആ വഞ്ചിക്ക് അതിനെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ബാലൻസ് ഇല്ലാതെ വഞ്ചി ഇങ്ങനെ പാതെടുത്ത് വെക്കുന്ന ഭാഗം താഴ്ന്നു പോകുന്നത് അല്ലേ, ഒരു സൈഡ് താഴ്ന്നു പോകുന്നത്. അതുപോലെയായിരുന്നു ധ്രുവന്റെ പാദം ഭൂമിയിൽ വെക്കുമ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റണില്ല ആ പവർ. അതുകൊണ്ട് ആ തള്ളവിരൽ ഭൂമിയിൽ തട്ടിയ ആ ഭാഗം അപ്പം താഴ്ന്നു, മറ്റേ കാലെടുത്ത് വെച്ച ആ ഭാഗം അപ്പം താഴ്ന്നു. അതാണ് പറയണേ സവ്യ ഇതരതഹ എന്ന് വെച്ചാൽ ഇടത്തോട്ടും വലത്തോട്ടും പതേ പതേ ധ്രുവൻ ഓരോ ചുവട് വെക്കുമ്പോഴും ഭൂമി ആ ഭാഗം താഴാൻ തുടങ്ങി നിന്ന്. അപ്പം ഭൂമിക്ക് പോലും ധ്രുവന്റെ ആ ശക്തി കണ്ടിട്ട് ആ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ആ പവർ കൊണ്ട്. ആന തോണിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഓരോ പാദം വെക്കുമ്പോഴും തോണി ചെരിഞ്ഞു താഴുന്നത് പോലെയായിരുന്നു. കിടന്നിങ്ങനെ ഇളകുന്ന പോലെ അത് ഇങ്ങനെ ആടില്ലേ, ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങോട്ട് എന്ന പോലെ ധ്രുവന്റെ പാദം വെക്കുമ്പോൾ ഓരോ പാദം വെക്കുമ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും ഭൂമി താഴ്ന്നും കയറി നിന്നു. ഭൂമിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല ആ പവർ എന്ന്. അത്രയ്ക്ക് ശക്തിമാനായി തീർന്നു ധ്രുവൻ. ശ്ലോകം 80. തസ്മിൻ അഭിദ്യായതി വിശ്വമാത്മനഃ ദ്വാരം നിരുദ്ധ്യ അസും അനന്യയാബ്ധിയ ലോക നിരുച്ഛ്വാസ നിപീഡിത വൃഷം സ ലോകപാലഃ ശരണം യയുഹു ഹരീം. തസ്മിൻ അവൻ അഭിധ്യായതി അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ വിശ്വാത്മനഃ വിശ്വം മുഴുവൻ ഞാൻ തന്നെയാണെന്നുള്ള അദ്വൈതത്തിലേക്ക് അവൻ എത്തിയെന്ന്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനും ഞാനും ഒന്നാണ്. മനുഷ്യബോധം പോയി ഞാൻ ഭഗവാൻ എന്ന ബോധത്തിലേക്ക് അദ്വൈതത്തിലേക്ക് ആ കുഞ്ഞു ബാലൻ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ അവൻ തന്നെ ഈശ്വരനായി മാറുന്ന അദ്വൈതത്തിലേക്ക് അവൻ എത്തി. അങ്ങനെ അസും എന്ന് വെച്ചാൽ പ്രാണവായുവിനെയും ദ്വാരം പ്രാണവായു കയറി ചെല്ലുന്ന ദ്വാരത്തെയും നിരുന്ധ്യ അവൻ അടച്ചു എന്ന്. പ്രാണവായു മുക്കിലൂടെയാണോ ഏത് ദ്വാരത്തിലൂടെയാണോ നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആ ദ്വാരത്തെ അടച്ച് പ്രാണവായുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് അനന്യധീയ മറ്റൊരു ചിന്തകളുമില്ലാത്ത ബുദ്ധിയോടുകൂടി അവൻ ഭഗവാനെ ആരാധിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നാ സഹലോകപാലാഹ ലോക എല്ലാ ലോകപാലകന്മാരായ
ഭഗവാന്മാരായ ദേവന്മാരോടും കൂടി ഈ ലോകം മുഴുവൻ ത്രിലോകങ്ങളും നിരുച്ഛ്വാസ നിപീഡിത, ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. ഏറ്റവും ആൾക്കും ശ്വാസം കിട്ടണില്ല. കാരണം ശ്വാസം കയറിപ്പോണ്ട ധ്രുവന്റെ അതെന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ധ്രുവന്റെ മനസ്സ് അദ്വൈതത്തിലെത്തി. ഈ പ്രപഞ്ചമായിരിക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാനാണ് ഭഗവാൻ. മനുഷ്യബോധത്തിൽ നിന്നും ഭഗവത് ബോധത്തിലേക്ക് ബോധതലം ഉണർന്നപ്പോൾ ഞാൻ തന്നെയാണ് ഭഗവാൻ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോൾ ധ്രുവന് പ്രാണം ഇല്ലെങ്കിൽ വേറെ ആർക്കും പ്രാണം കിട്ടില്ല. കാരണം അവിടെ അദ്വൈതമായി, ഒന്നായി. സർവചരാചരങ്ങളും ഞാൻ തന്നെയാണെന്നാണ് ധ്രുവൻ. ചരാചരങ്ങളും ഈ പ്രപഞ്ചവും ഞാനാണ് എന്ന അദ്വൈതത്തിലെത്തിയപ്പോൾ ഒരു കുഞ്ഞോ മറ്റു മനുഷ്യരോ മറ്റു ലോകത്തുള്ള ദേവന്മാർക്കോ ശ്വാസം വലിക്കാൻ പറ്റില്ല. കാരണം ധ്രുവൻ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ ധ്രുവന് ശ്വാസം ഇല്ലെങ്കിൽ അവർക്കും ശ്വാസം ഇല്ല, ധ്രുവന് ശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം കിട്ടും. അങ്ങനെയാണ്. അപ്പൊ ധ്രുവൻ ആ അദ്വൈതത്തിൽ ലയിച്ച് മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ ശ്വാസമടക്കി ശ്വാസദ്വാരങ്ങളും കയറിപ്പോകുന്ന ദ്വാരങ്ങളും അടച്ച് ധ്യാനിച്ചപ്പോ ലോകപാലകന്മാരായ ദേവന്മാരോട് കൂടിയ സകല ലോകങ്ങളിലുള്ള ജനങ്ങൾക്ക് നിരുച്ഛ്വാസ നിപീഡിത, ശ്വാസം കിട്ടാതെ വലയാൻ തുടങ്ങി. അപ്പോൾ വൃഷം അവർ വളരെ പെട്ടെന്ന് തന്നെ ഹരിയും ആ ഭഗവാനെ ശരണം യയു, ശരണം പ്രാപിച്ചു, ഓടിച്ചെന്നു വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ ശ്രീഹരിയെ കാണാൻ. കാരണം വലിയൊരു അപകടാവസ്ഥയാ, ശ്വാസം കിട്ടാതെ എല്ലാവരും വലയാൻ തുടങ്ങിയിരിക്കുന്നു. ശ്ലോകം 81. ദേവ ഊജു, ദേവന്മാർ ഭഗവാനോട് പറയാണ്, നൈവം ന ഏവം വിദാമഹ ഭഗവാൻ പ്രാണരോധഹം ചരാചരസ്യ അഖില സത്വദാംനഃ വിദേഹി തത് നഃ വൃജിനാദ് വിമോക്ഷം പ്രാപ്താ വയം ത്വാം ശരണം ശരണ്യം. നാ ഏവം വിധാമ, അല്ലയോ ഭഗവാനെ, ദേവന്മാർ പറയാണ്, അല്ലയോ ഭഗവാനെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നാ ഏവം വിധാമ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭഗവാൻ പ്രാണരോധം, പ്രാണരോധം എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ ശ്വാസം മുട്ടുന്നു. ചരാചരസ്യ, സർവചരാചരങ്ങൾക്കും ശ്വാസം കിട്ടുന്നില്ല. അഖില സത്വദാംന, അഖിലം ഈ ലോകത്തുള്ള എല്ലാ സത്വം എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള സകല ഭൗതിക സർവചരാചരങ്ങളുടെയും ധാംനം എന്ന് വെച്ചാൽ അടിസ്ഥാനമായിട്ടുള്ള ആശ്രയസ്ഥാനമായിട്ടുള്ള അല്ലയോ ഭഗവാനെ സർവചരാചരങ്ങളും ശ്വാസം കിട്ടാതെ കിടന്ന് വിഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വിദേഹി, തന്നാലും തത് ഈ വൃജിനാഥ്, അതായത് ഈ അപകടത്തിൽ നിന്ന് വിമോക്ഷം നഹ, ഞങ്ങൾക്ക് മോക്ഷം തന്നാലും, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഭഗവാനെ ഞങ്ങൾക്ക് മോക്ഷം തന്നാലും. ശരണ്യം, ശരണം പ്രാപിക്കാൻ അർഹതനായ ത്വാം, അങ്ങയുടെ ആ തൃപ്പാദങ്ങളെ വയം, ഞങ്ങൾ ഇതാ ശരണം പ്രാപ്ത, ശരണം പ്രാപിക്കുന്നു എന്ന്. നേരെ ഭഗവാൻ ശ്രീഹരിയെ ചെന്ന് കണ്ടു. കാരണം പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ് ഭഗവാൻ അല്ലേ. അപ്പൊ ഭയം വരുമ്പോൾ ആരാണോ നമ്മളെ സംരക്ഷിക്കുന്നത് ആളുടെ അടുത്തേക്കല്ലേ പ്രശ്നം വരുമ്പോൾ ചെല്ലുക. നേരെ ചെല്ലുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. എന്നിട്ട് ദേവന്മാർ പറയാണ്, ഭഗവാനെ അറിയാൻ പറ്റണില്ല, ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെയും ആശ്രയസ്ഥാനമായ ഭഗവാനെ സർവചരാചരങ്ങളും ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. എന്താണിതിന് കാരണം? അങ്ങ് തന്നെ ഇത്രയും വലിയൊരു അപകടാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും ശരണം പ്രാപിക്കാൻ അർഹനായ അങ്ങയുടെ ആ തൃപ്പാദങ്ങളെ ഞങ്ങളെല്ലാവരും ഇതാ വന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ മറുപടി പറയാണ്. ശ്ലോകം 82. ശ്രീ ഭഗവാൻ വാച മാ ഭൈഷ്ട ബാലം തപസഃ ദുരത്യയാത് നിവർത്തയിഷ്യേ പ്രതിയാദ സ്വധാമ യതഃ ഹി വഹ പ്രാണനിരോധ ആസീത് ഔത്താനപാതി മയി സഗതാത്മാ. എന്താ ഭഗവാൻ പറഞ്ഞതെന്നറിയോ? മാ ഭൈഷ്ട, പേടിക്കണ്ട, നിങ്ങൾ ഭയക്കണ്ട. ബാലം, ആ ബാലൻ തപസഹ ദുരത്യ, അവൻ ചെയ്യുന്ന ആ കൊടും തപസ്സിൽ നിന്നും അവനെ നിവൃത്യയശ്യേ, ഞാൻ തന്നെ പിന്തിരിപ്പിച്ചോളാം, അതിന് ഞാൻ തന്നെ നിവൃത്തി വരുത്തിയോളാം. പ്രതിയാത സ്വധാമ, നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. ആ തപസ് ചെയ്യുന്ന ബാലനെ ആ കഠിന തപസ്സിൽ നിന്നും ഞാൻ തന്നെ നിവൃത്തി വരുത്തിക്കോളാം. യതഃ, അവൻ ആരാണെന്നറിയോ? പ്രാണനിരോധ ആസീത്, അതായത് ആ പ്രാണവായുവിനെ വരെ, പ്രപഞ്ചത്തിലെ ഈ പ്രാണവായുവിനെ വരെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള രീതിയിൽ തപസ് ചെയ്ത ആ കുട്ടി, ആ ബാലൻ ഔത്താനപാതി മയി, ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവനാണ്. സകാത്മന, പ്രാണനെ നിരോധിച്ച് അവൻ എന്നെ ആരാധിച്ചാണ് ഈ ശക്തി നേടിയത്. അതുകൊണ്ട് അതികഠിനമായ അവൻ്റെ ആ തപസ്സിനെ ഞാൻ തന്നെ ചെന്ന് അവസാനിപ്പിച്ചോളാം. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് സ്വധാമ
സുധാമത്തിലേക്ക് തിരിച്ചു പൊക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രാണവായുവിനെ വരെ സ്തംഭിച്ചു കളയാൻ കഴിയുന്ന രീതിയിലുള്ള തപസ് ചെയ്ത ആ കുട്ടി ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവനാണ്. ആ പ്രാണവായുവിനെ വരെ അടക്കി അവൻ എന്നെ തപസ് ചെയ്താണ് ആ ശക്തി നേടിയത്. അവൻ്റെ ആ കഠിന തപസ്സിനെ ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം, നിങ്ങൾ ആരും ഭയക്കേണ്ട, സുധാമത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു വിടുകയാണ്. ഇനി നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നത് ഭഗവാൻ ധ്രുവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ധ്രുവ മഹാരാജാവ് ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ് ഇനി നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അത് നമുക്ക് നമ്മുടെ യാത്രകൾ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം. നമസ്തേ.